ഹായ്, എല്ലാവരും എന്നാടക്ക് വന്നേ. പണിയെല്ലാം കഴിഞ്ഞോ നിങ്ങളുടെയൊക്കെ? ഞാനാണെങ്കിൽ എനിക്ക് ഈവനിങ് ഡ്യൂട്ടിക്ക് പോകണേ. എനിക്കൊരു 1:40 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണം. അപ്പം 2 o'clock ഡ്യൂട്ടി. പക്ഷെ 1:40 ആകുമ്പോഴത്തേക്കും 45 ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് പോയാൽ മതിയേ. 10 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ പോകാനുള്ള പരിപാടിയിലേക്ക് കയറിയേക്കും. അതിന് മുമ്പ് പിള്ളേർക്ക് ഇച്ചിരി സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ. തുണി വാഷിംഗ് മെഷീൻ ഇട്ട് പിള്ളേർക്ക് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് വന്നേ. പിന്നെ ഞാനാണെങ്കിൽ ഇന്നലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിലേ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടേ പിന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ ഒരു 10-10:30 ആയപ്പോഴത്തേക്കും ചെറിയ 2 മറ്റേ പുളിപ്പലഹാരം എന്ന് പറഞ്ഞ 2 ഒരു ഫുഡ് അതാട്ടോ കഴിച്ചത്. അത് കഴിച്ചു. ഇനിയിപ്പം ഉച്ചക്കത്തേക്ക് ഇച്ചിരി സലാഡും ഉണ്ടാക്കിയിട്ട് ഈ സലാഡും ഒരു ചപ്പാത്തിയോ എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് വന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ സമയം കിട്ടിയിട്ടുണ്ട് പോകുന്നതിന് ഒരു 15 മിനിറ്റ് ഇച്ചിരി കാർഡിയക് വർക്കൗട്ടാണ് ചെയ്താലോ എന്നൊരാഗ്രഹമുണ്ട്. അത് നടക്കുമെന്ന് അറിയത്തില്ല കേട്ടോ, ഒരു ആഗ്രഹമാണ്, നടത്തിയെടുക്കണം. സാധാരണ നമ്മൾ ഇത് റൊട്ടീൻ വർക്കൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്ത് നമുക്ക് പറ്റത്തില്ല. കാരണം എല്ലാം സ്ലോലി സ്റ്റാർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചേ എൻ്റെ ഹെയർ എല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ. നല്ല മുടി ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി PCOD ഇതെല്ലാം വന്നതുകൊണ്ടേ മുടി ഫുള്ള് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹെയർ പാക്കും പിന്നെ വെച്ചൊരു ഹെയർ സീറം ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു ചെറിയ പരിപാടിയുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഇതിലാണ്. ഞാനത് റെഡിയാകുമ്പോൾ ഞാനത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എനിക്കത് ഒത്തിരി മുടി ഉണ്ടായിരുന്ന ഒരാളാണേ. ആ മുടി എൻ്റെ എല്ലാം പോയി. അതിന് മുടി എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ എൻ്റെ മമ്മി എൻ്റെ മുടി നന്നായിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അതായത് എനിക്ക് നമ്മുടെ വീട്ടിലുള്ള തേങ്ങ തന്നെ മമ്മി പിഴിഞ്ഞ് തേങ്ങാപ്പാലെടുത്ത് മമ്മി തന്നെ എണ്ണ ഉണ്ടാക്കി എനിക്ക് അതിനകത്ത് ചെമ്പരത്തി ഇലയും മറ്റേ കുറേ ആയുർവേദ കൂട്ടുകളൊക്കെ മിക്സ് ചെയ്ത് കുറേ വേലകളൊക്കെ മിക്സ് ചെയ്ത് മമ്മി എണ്ണ ഉണ്ടാക്കി എനിക്ക് തരുമായിരുന്നു. ഞാൻ ആ എണ്ണ വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ. നേഴ്സിങ്ങിനൊക്കെ പോയപ്പോൾ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ പറയുക, കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ മുടിയെല്ലാം പോയി കേട്ടോ. ഇത്രയും നാളെ എനിക്ക് ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നു. മുടി വേണം, മുടി നന്നാക്കണം എന്നൊരു ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് ഈ അടുത്തായിട്ട് എനിക്കൊരാഗ്രഹം മുടിയൊക്കെ ഒന്ന് നന്നാക്കി എന്നെ തന്നെ ഒരു മേക്ക് ഓവർ ചെയ്ത് എന്നെ ഒന്ന് മാറ്റിയെടുത്താലോ എന്നൊരു ചെറിയൊരാഗ്രഹം. പക്ഷേ എത്രത്തോളം അത് ലൈഫിൽ സക്സസ് ആകുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ. പിന്നെ ഞാൻ എന്നിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. ഇപ്പം നിങ്ങൾ എൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് മാറ്റം ഉണ്ടായാലും നിങ്ങൾക്കൊക്കെ അത് കാണാം, നിങ്ങൾക്കൊക്കെ അത് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടായാലേ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്ര മാറി അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കൂടുതൽ എനിക്ക് എന്നിൽ മാറ്റങ്ങൾ വരാൻ ഞാൻ തന്നെ അത് മുൻകൈ എടുക്കും. കാരണം ഒരാളൊരു പോസിറ്റീവ് കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതനുസരിച്ച് പിന്നെയും ചെയ്യുമല്ലോ. അപ്പം ഒന്ന് പറയണം കേട്ടോ. എനിക്ക് എവിടെയെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു വ്യത്യാസം, ഒരു 78 കിലോ വെയിറ്റ് ഉണ്ട് ഇപ്പോഴ്. അതായത് ആ 78 ഒരു 55 കിലോ ആക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ തുടർന്നുള്ള വീഡിയോകളിൽ എനിക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നൊന്ന് എന്നോട് പറയണം കേട്ടോ. അപ്പോൾ അതെനിക്കൊരു ഒത്തിരി ഒരു മോട്ടിവേഷൻ ആയിരിക്കും. എനിക്ക് വണ്ണം കുറയ്ക്കാനോ എനിക്ക് ഒത്തിരി ഒരു സപ്പോർട്ടായിരിക്കും ഇത് മുമ്പോട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം പറയുമെന്നും നിങ്ങളെല്ലാം മെസ്സേജൊക്കെ അയക്കുമെന്നും എനിക്ക് റിപ്ലൈ തരുമെന്നൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഓക്കെ.